കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സംബന്ധിച്ച് കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എങ്കിൽ ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉൾപ്പെടെ വിലയിരുത്തുകയാണ് മുസ്ലിം ലീഗ്. തീർച്ചയായും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഭാഗമായി കോൺഗ്രസിന് പൂർണ്ണമായി പിന്തുണ നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അടക്കം നേരിടുന്ന ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ തോതിൽ അതൃപ്തിയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നതാണ്. ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നതിനിടെയും അത് വൈകുന്നതിന് ഇടയുമാണ് ലീഗിന്റെ അടിയന്തര യോഗം ചേരുന്നത് എന്നതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു മെജോറിറ്റി 102 സീറ്റുകളുടെ വിജയമുണ്ടായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റാത്തതിൽ തീർച്ചയായും ലീഗിന് അതൃപ്തിയുണ്ട്. അത് ചില ലീഗ് നേതാക്കളെങ്കിലും പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. ജനവികാരം മാനിക്കാതെ മുഖ്യമന്ത്രി ചർച്ചകളിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ സ്വാഭാവികമായും ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും അതൃപ്തി ഉണ്ടാകും. അതിൽ തന്നെ ഘടകകക്ഷികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം MLA-മാരെ UDFൽ എത്തിക്കുന്നത് ലീഗാണ്. ലീഗിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെ സംബന്ധിച്ച് ആരൊക്കെയായിരിക്കണം ലീഗിൻ്റെ മന്ത്രിമാർ എന്നത് സംബന്ധിച്ചുമൊക്കെ നേരത്തെ തന്നെ ചില കൂടിയാലോചനകൾ നടന്നിരുന്നു. ഒരു പക്ഷേ ഇന്ന് അതുമായി ബന്ധപ്പെട്ടും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയേക്കാം. അതോടൊപ്പം തന്നെ എത്ര മന്ത്രിമാർ വേണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഏതൊക്കെ വകുപ്പുകൾ, ഇതുമൊക്കെയായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് നടന്നേക്കുമെന്ന സൂചനയാണ്. നമുക്ക് CV അനുമോദിലേക്ക് തന്നെ പോകാം. അനുമോദ്, ഇന്നിപ്പോൾ പ്രധാനമായ ഏതെങ്കിലും ഒരു അജണ്ട ലീഗിൻ്റെ യോഗത്തിൽ ലീഗ് വ്യക്തമാക്കുന്നുണ്ടോ? എന്തൊക്കെ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ഇപ്പോൾ പാണക്കാട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയം മുമ്പ് നേതാക്കളെല്ലാം തന്നെ എത്തിച്ചേർന്നു. ഇപ്പോൾ യോഗം തുടങ്ങിയിരിക്കുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട അജണ്ട ഈ മുഖ്യമന്ത്രി തർക്കം തുടരുന്ന സാഹചര്യത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ സോണിയാഗാന്ധിയുമായിട്ട് ഈ ചർച്ചയ്ക്കിടെ അവർ സംസാരിക്കാനുള്ള സാധ്യതയുമുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം ലീഗുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിൽ ലീഗിൻ്റെ നിലപാടുകൾ കൂടി കേട്ടതിന് ശേഷം തീരുമാനത്തിലേക്ക് എത്തുമെന്ന തരത്തിലേക്ക് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ലീഗിൻ്റെ താല്പര്യം അല്ലെങ്കിൽ ലീഗിൻ്റെ തീരുമാനം VD സതീശനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ലീഗ് നേരത്തെ തുറന്നു പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ പോലും ലീഗ് അടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല ഇതൊരു അസാധാരണ സാഹചര്യമായിട്ട് തന്നെ വേണം കാണുക.